അതുപോലെ തന്നെ ഇതൊരു കോർട്ട്യാർഡ് ഏരിയ ആണ്. അത്യാവശ്യം ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ നടത്താവുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സിലാണ് ഇതൊരു കോർട്ട്യാർഡ് കാര്യങ്ങൾ ചെയ്ത്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ വാർഡ്രോബും പിന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കാര്യങ്ങളും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു ഡെക്കോർ കാസിൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ഒല്ലൂര് എന്ന് പറഞ്ഞാൽ അതിന്റെ എസ്റ്റേറ്റ് ഉണ്ട് അവിടെ. അതിനടുത്താണ് നമ്മുടെ വീട് വരുന്നത്. അത് ഗ്രിഫിൻ കാരക്കട എന്നാണ് ഓണറുടെ പേര്. ഏകദേശം ഒരു 6000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. ഒറ്റ ഫ്ലോറിൽ വിരിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണ്. അപ്പൊ അതിന്റെ ഇന്റീരിയർ വിഷയങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അതിന്റെ വീടിന്റെ ഓരോ ബെഡ്റൂമുകളിലെ സെക്ഷൻസ്, അതുപോലെ കിച്ചണുകൾ 2 കിച്ചൺ ഉണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂം 5 ബെഡ്റൂമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വീട്ടിലേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിൽ കയറിയിട്ട് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് ഒരു പ്രയർ യൂണിറ്റ് ആണ്. അപ്പൊ അതിനെ ഇവിടെ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് കിച്ചണിലേക്ക് വ്യൂ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാർട്ടീഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് വ്യൂ നമുക്ക് പ്രയർ യൂണിറ്റിന്റെ സെക്ഷനിലേക്കാണ് വരാം. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത് മെയിനായിട്ട് ലിവിംഗ് ഹാളാണ്. ഇതിലെ സെറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വരണുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ ഫുള്ള് വെയിൻസ്കോട്ട് ചെയ്ത് സെറ്റ് ചെയ്തേക്കാണ്. ഫുള്ളായിട്ട് നമ്മൾ വെയിൻസ്കോട്ട് അടിച്ച് ഫുൾഫിൽ ചെയ്ത് കൊടുത്തേക്കാം. അത്യാവശ്യം നമുക്ക് ഡബിൾ സ്റ്റെപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. കോർണിഷ് കൊടുത്ത് നമ്മൾ 2 സ്റ്റെപ്പാക്കി ചെയ്ത് ഈ വാള് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിന് കുറച്ച് വർക്കുകൾ വരാണ്ട് ഈ ഭാഗത്തൊരു ഫോട്ടോ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആഡ് ഓൺ ചെയ്ത് വരുന്നുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ഫുൾ കൂട്ടി വീഡിയോ എടുത്തു മാത്രം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സിങ് ആയിട്ട് നിൽക്കും. അതുപോലെ സെറ്റ് കാര്യങ്ങളൊക്കെ ഈ കൊളോണിയൽ പാറ്റേൺ തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്ക ഫിനിഷിലേക്ക് നമുക്ക് വരും. നമ്മൾ സാധാരണ ഈ പാർട്ടീഷനൊക്കെ ചെയ്യുമ്പോഴേ ഇതൊരു മിനിമലായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ. അതായത് നമ്മൾ വലിയ ഹൈറ്റിൽ ചെയ്ത് കഴിഞ്ഞേക്കാളും നല്ല ഉപരി നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് മിനിമലായിട്ടില്ല. അതായത് നമുക്ക് ഡയറക്റ്റ് വ്യൂ, അതായത് നമുക്ക് മെയിൻ ഡോർ തുറക്കുമ്പോൾ ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന ചില ഏരിയകളിൽ നമ്മൾ ഒരു മിനിമലായിട്ടുള്ള ചെറിയ പാർട്ടീഷൻസ് കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഡയറക്റ്റ് വ്യൂ അങ്ങോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു മിനിമലായിട്ടുള്ള ഒരു പാർട്ടീഷനാണ്. നമ്മൾ ഡബിൾ തിക്നെസ്സിൽ നമുക്കിങ്ങനെ പറകോള പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഓരോ പീസുകൾ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഒറ്റ ഷോട്ടിൽ നമുക്ക് കാണില്ല. കാരണം നമ്മുടെ ഐ വ്യൂ വരുന്ന ഏരിയകളിൽ നമ്മൾ ഇങ്ങനത്തെ ഓരോ പാർട്ടീഷൻസ് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് അത്ര നോട്ടം കിട്ടില്ല. എന്നിരുന്നാലും നമുക്ക് ബാക്ക് സൈഡിലേക്ക് വ്യൂ കിട്ടുകയും ചെയ്യും. ഒരു 50% നമുക്ക് ഒരു ട്രാൻസ്പെറൻസി നമുക്ക് ഉണ്ടാവും. അങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷനാണ്. വലിയ ബഡ്ജറ്റ് വരില്ല. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പാർട്ടീഷൻ ആ ഒരു പർപ്പസ് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ വീടിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീട് 12 അടി ഹൈറ്റ് ഉണ്ടെങ്കിലും അതിന് വേറെ സീലിങ്ങോ കാര്യങ്ങളോ നമ്മൾ കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് ആ ഫുൾ സൈസിൽ തന്നെയാണ് നമ്മൾ സീലിംഗ് കൊടുത്തിട്ട് അതിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സീലിംഗിലേക്ക് നമ്മൾ പ്രൊഫൈൽ പ്ലാൻ ചെയ്യുമ്പോൾ അതിന്റെ അഡാപ്റ്റർ വയ്ക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ തന്നെ കാണണം. ഇതിന് നമ്മൾ അതിനുള്ള പ്രൊവിഷൻ നമ്മൾ വോളുമ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് വോളിൽ നമുക്ക് ഈ പ്രൊഫൈൽ ആഡ് ചെയ്യാം. അല്ലാത്ത കേസിലാകുമ്പോൾ നമുക്ക് ഈ അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ ബഡ്ജറ്റ് വൈസിൽ നല്ലൊരു മാറ്റം വരും ചെയ്യും. നമുക്ക് ലുക്ക് വൈസിൽ നല്ല ആംബിയൻസ് കിട്ടും. എന്നാൽ ഹൈറ്റ് കുറയൂല. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് കോപ്പ് ടൈപ്പ് ലൈറ്റുകൾ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ വീടിന്റെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു പ്രയർ യൂണിറ്റ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഡോർ തുറക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇത്. നമ്മുടെ ഈ പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഇതൊരു നാച്ചുറൽ സ്റ്റോൺ ആണ്. നാച്ചുറൽ സ്റ്റോൺ ഷീറ്റിലായിട്ട് വന്നിട്ടുള്ളതാണ്. ഒരു 8x4 സൈസിൽ നമുക്ക് റോളിംഗ് ടൈപ്പിൽ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഷീറ്റാണിത്. ഇത് ഞങ്ങൾ പീ സ്റ്റോണിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നാച്ചുറൽ സ്റ്റോൺ ആണ്. നാച്ചുറൽ സ്റ്റോൺ നമ്മൾ ഇതുപോലെ നമ്മൾ മൈക്ക ലാമിനേറ്റ് ചെയ്യണ പോലെ നമ്മൾ ലാമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ലൂവേഴ്സാണ് ഇതിന് ചുറ്റും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലൂവേഴ്സ് വെച്ച് കൊടുത്തിട്ടാണ് ഇത് പാനലിങ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു പ്രയർ ബോക്സ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം 5 അടി വീതി വരും. ഹൈറ്റ് നമ്മൾ 10 ഫീറ്റിൻ്റെ അടുത്ത് നമുക്ക് ഹൈറ്റ് വരുന്നുണ്ട്.
അങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രയർ യൂണിറ്റാണ് ഇത്. മെയിനായിട്ടൊരു ഹൈലൈറ്റ് ഏരിയ തന്നെയാണ്. നല്ല ഭംഗിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു പാറ്റേൺ ആയിരുന്നു. നമുക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നല്ല ഫിനിഷിങ് സമയങ്ങളിൽ നല്ല ഭംഗിയിലായിട്ട് ഈ സാധനം നല്ല ലുക്കിൽ വരുന്നുണ്ട് ഈ ഒരു പ്രയർ യൂണിറ്റ്. ഒരു പ്രീമിയം കിച്ചണാണ്, അതായത് ഫുൾ വൈറ്റിൽ ചെയ്തിട്ടുള്ളതാണ്, അക്രലിക് ഫിനിഷിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. വെച്ചാൽ ആര് കണ്ടാലും ഈ പറഞ്ഞ പോലെ തൊടാനായിട്ട് നമ്മൾ ഒരു മിനിറ്റ് നിൽക്കും. കാരണം വെച്ചാൽ തൊട്ട് കഴിഞ്ഞാൽ അത് അഴുക്കാവോ എന്നുള്ള രീതിയിൽ വരാവുന്ന രീതിയിൽ നല്ല പ്രീമിയം സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. അതായത് ഫുൾ അക്രലിക് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാൻഡിൽസ്, പ്രൊഫൈൽ ഹാൻഡിൽ, അതുപോലെ തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വുഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ വുഡല്ല, ഇത് നമ്മുടെ ഫുൾ ബോഡി ടൈലാണ്. ഫുൾ ബോഡി ടൈല് നമ്മൾ ശരി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് വുഡിന്റെ പീസ് പോലെ ഇരിക്കാവുന്ന രീതിയിൽ നമ്മൾ 45 ബോംബെ കട്ടിങ് ചെയ്ത് സെറ്റാക്കിയിട്ട് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഡോറുകളൊക്കെ ഫുൾ ആക്രിലിക്കാണ്. അക്രിലിക് ചെയ്തിട്ടുള്ളത് തന്നെ വളരെ ഭംഗിയായിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടി നല്ല പ്രീമിയം സാധനമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും നോക്കും. അതുപോലെ തന്നെ വോൾട്ടയിൽ കൊടുത്തിട്ടുള്ളതൊക്കെ വൈറ്റ് തന്നെയാണ്. വൈറ്റിൽ നമ്മൾ ഓരോ ഇത് സിംഗിൾ പീസസ് അതിൽ നമ്മൾ അപ്പോക്സി ചെയ്ത്, അതായത് കിച്ചൺ ഫുൾ വോള് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളതാണ്. ഓരോ സിംഗിൾ പീസുകൾ കൊടുത്ത് അതിൻ്റെ ഇൻഡിവിജ്വലായിട്ട് അതിൻ്റെ അപ്പോക്സി കാര്യങ്ങൾ ചെയ്ത് ഒരു ബോർഡർ ലെവൽ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു പ്രീമിയം സെഗ്മെന്റിൽ നമ്മൾ എത്രത്തോളം നമുക്ക് എലഗന്റ് ആയിട്ട് കിട്ടണോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ കൊളോണിയിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അക്രിലിക്കിലും ഇതേ ഒരു സ്റ്റൈൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തേക്കാണ്. അതുപോലെ തന്നെ ബ്ലൈൻഡ്സും കാര്യങ്ങളൊക്കെ ഒരു തീം കളർ സെറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ വാഷ് കൗണ്ടറും നല്ലൊരു സെറ്റപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ്. ഏകദേശം ഒരു 6 അടി നീളം വരുന്നതും അതുപോലെ തന്നെ നമ്മളൊരു 9 അടി 10 അടി ഹൈറ്റ് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ഇത് വോളിൽ നമ്മൾ ടൈൽസുകളാണ് ഇത് കൊടുത്തിട്ടുള്ളത്. വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നാച്ചുറലാന്ന് തോന്നും. അതുപോലത്തെ രീതിയിലുള്ള ടൈലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കാവുന്ന രീതിയിലുള്ള ഒരു ഫ്ലവറിങ് ഡിസൈനും പിന്നെ നമ്മളൊരു പെൽമെറ്റ് കൊടുത്ത് അതിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തേക്കാം. അപ്പോൾ അതിന്റെ ലൈറ്റിംഗ് ഉള്ളത് കൊണ്ട് നമുക്ക് കറക്റ്റ് നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ലോങ് സൈസ് മിററാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ടച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനൊരു മിറർ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു നാനോ വൈറ്റിലാണ് നമ്മൾ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ വൈറ്റ് ബേസിൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ സൈസിൽ കൊടുത്ത് ഇതിൽ 2 ഡ്രോവർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അപ്പോൾ നമുക്ക് ഇതിൽ വല്ല സാധനങ്ങൾ വെക്കണമെങ്കിൽ വെക്കാം. സ്റ്റോറേജ് പോലത്തെ ഒരു സ്പേസ് ഇട്ടിട്ട് അങ്ങനെ ഫുൾ സൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നല്ല ബിഗ് സൈസിലുള്ള ഒരു ബേസിനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീടിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കോർട്ട്യാർഡ് ഏരിയ ആണ്. അപ്പോൾ നമ്മളത് ഷട്ടർ ഇട്ടിട്ട് ഈ ചെറിയ മെഷ് പോലത്തെ ഷട്ടർ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് വെളിച്ചം കാറ്റ് അതുപോലെ കാര്യങ്ങൾ കിടക്കുകയും ചെയ്യാൻ കൊതുകിന്റെ ശല്യങ്ങളെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മോസ്കിറ്റോ നെറ്റ് പോലത്തുള്ള രീതിയിലുള്ള ചെറിയ ഹോൾസ് ഉള്ള ഷട്ടറാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റിമോട്ടാണ്, നമുക്കത് വേണമെന്നില്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആക്കാം. അതുപോലെ തന്നെ ഇതൊരു കോർട്ട്യാർഡ് ഏരിയ ആണ്. അത്യാവശ്യം ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ നടത്താവുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സിലാണ് ഇത് ഒരു കോർട്ട്യാർഡ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു നല്ലൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഒരു പ്രൊവിഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്ലാന്റ്സ് കാര്യങ്ങൾ കൊടുത്ത് ഇതിൽ ജസ്റ്റ് ജാലി വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്കൊരു ഡേ ടൈമിലൊക്കെ നമുക്കൊരു പ്രൈവസിയിൽ നമുക്കൊരു ഫ്രഷ് എയർ കൊണ്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ലാൻഡിങ് സിറ്റിംഗ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇരുന്ന് വേണമെങ്കിൽ പേപ്പർ വായിക്കുക, അതിലൊന്ന് റിലാക്സ് ചെയ്ത് ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഒരു അറേഞ്ച്മെന്റ്സിലാണ് ഈ ഒരു സെക്ഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു TV, നമ്മുടെ ഇവിടുത്തെ TV യൂണിറ്റ് ആണ്. അത്യാവശ്യം നല്ല ബിഗ് സൈസിലാണ് ചെയ്തതാണ്. അതൊരു 10 ഫീറ്റ് ലെങ്ത്തും ഏകദേശം ഒരു 10 ഫീറ്റ് ഹൈറ്റും ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇതേ സെയിം മൈക്ക ഫിനിഷിലുള്ള ലൂറുകൾ നമ്മൾ മാനുവലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കമ്പനിയിൽ തന്നെ നമ്മൾ എഡ്ജ് ബാൻഡിങ് ചെയ്ത് ഈ ഒരു 30 mm തിക്നെസ് വരാവുന്ന രീതിയിലുള്ള നമ്മൾ ലൂവേഴ്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കാം. ചെറിയ ലൂറൊക്കെ വളരെ ചെറുതാകുമ്പോൾ ഇത്ര ലെങ്ത്തിൽ ചെയ്യുമ്പോൾ അത് വളരെ അടുത്തടുത്താകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് മാനുവലായിട്ട് നമ്മൾ മെഷീനിൽ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. 30 mm ഓരോ റീപ്പറിന്റെ ലെങ്ത്തും അതുപോലെ അതിനനുസരിച്ച് 30 mm ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. ഇത്ര ലെങ്ത് വരുമ്പോൾ അങ്ങനെ ചെയ്താലാണ് അതിന്റെ കൂടുതൽ ലുക്ക് കിട്ടുള്ളൂ.
പിന്നെ അതുപോലെ തന്നെ ആ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ഇതിന്റെ ബോട്ടം യൂണിറ്റിലെ ബോക്സിൽ നമ്മൾ അങ്ങനെ തന്നെ കൊടുത്തേക്കാണ്. അപ്പൊ നമുക്ക് ബാക്ക് സൈഡിൽ ഒരു ടെക്സ്ചർ ഫിനിഷ് മൈക്കാണ്. ഇത് ഒരു പ്രൊഫൈൽ ഇട്ട് കൊടുത്ത് ഗോൾഡൻ കളർ പ്രൊഫൈൽ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് വലിയ ഡിസൈൻ വർക്ക് ഇല്ലെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നല്ലൊരു എലഗന്റ് ലുക്കിൽ നമുക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലിലാണ് നമ്മൾ ഈ ഒരു ടി വി യൂണിറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ്, ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പൊ ഇതും ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ ഹെവി അല്ലെങ്കിൽ നമുക്ക് മിനിമൽ ആയിട്ട് നല്ല ലക്ഷറീസ് ഫീലിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ ഈ റൂം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബഡ്ജറ്റ് ഇല്ല. ഇത് നമുക്ക് കോട്ട് വന്നിട്ട് നമ്മുടെ സ്റ്റീൽ ഫ്രെയിം ചെയ്തിട്ട് അതിൽ നമ്മൾ ഫുൾ വുഡ് പാനലിങ് കാര്യങ്ങൾ, അതായത് പ്ലൈവുഡ് വെച്ച് പാനൽ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കോട്ട്. പിന്നെ അതുപോലെ ഹെഡ് പാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബീഡിങ് കൊടുത്ത് ഇതിൽ നമ്മൾ കുഷ്യന്റെ ബീഡിങ്സ് കാര്യങ്ങൾ കൊടുത്തേക്കാം. പിന്നെ ബാക്കി വരുന്ന ചെറിയൊരു പോർഷനിൽ നമുക്ക് വാൾപേപ്പർ, ഇത് കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി നമുക്ക് ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നേക്കാണ്. അപ്പൊ നമുക്ക് വലിയ ബഡ്ജറ്റ് വരില്ല എന്നാൽ ഫുൾ ഫില്ലായിട്ട് നിൽക്കും. ഇതിപ്പോ ഏകദേശം ഒരു 12 അടി ഹൈറ്റ് വരുന്ന ഒരു വീടാണ്. അപ്പൊ നമുക്ക് മാക്സിമം ഒരു 8 അടി ഹൈറ്റിലാണ് ഇവിടുത്തെ ഡോർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഹൈറ്റിനെ ഈക്വൽ ചെയ്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഹെഡ് പാനൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു റൂം സൈസ് എന്ന് പറഞ്ഞൊരു 14 വരും സൈസ്. ഏകദേശം ഒരു 300 സ്ക്വയർ ഫീറ്റോളം താഴെ വരുന്നുണ്ട് ഈ റൂം. അപ്പൊ നമുക്ക് ആ ഒരു റൂമിന് നമ്മൾ ഫുൾ ഫില്ലാവുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഏകദേശം കോട്ട് സൈസ് ഏകദേശം ഒരു 7K വരുന്നത്. ബിഗ് സൈസിൽ വന്നിട്ടുള്ള ഒരു കോട്ടാണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഫുൾ ഫില്ലിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ വലിയ ബഡ്ജറ്റ് ഇട്ട് വരില്ല. അതുപോലെ ഈ ബെഡ്റൂമിൽ 2 സെറ്റ് വാർഡ്രോബ് ഉണ്ട്. ഒരു 3 ഡോർ വാർഡ്രോബ് നമ്മൾ നോർമലി ചെയ്യാവുന്ന രീതിയിൽ തന്നെ നമ്മൾ 2 ഡോർ ഇതിൽ ഹാങ്ങർ സ്പേസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെക്ഷൻ. പിന്നെ ഇതിലും സ്റ്റട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിയിലത്തെ ഒരു 3 ഡ്രോവർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ്. പിന്നെ അതുപോലെ നമുക്കൊരു ചെറിയൊരു സ്റ്റഡി ടേബിൾ പർപ്പസിൽ ഒരു ടേബിള് പ്ലസ് അതിന്റെ ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന ഒരു വാൾ യൂണിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ബിഗ് സൈസ് വാർഡ്രോബാണ്. ഇത് 12 അടി ഹൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള ലോഫ്റ്റ് അടക്കമായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. ഇത് ഏകദേശം ഒരു 2 മീറ്റർ പ്ലസ് വരുന്നുണ്ട്. ഇത് സ്ലൈഡിങ് ഡോറാണ്. പിന്നെ അതുപോലെ തന്നെ മുകളിലേക്ക് ലോഫ്റ്റ്, അത് നമ്മൾ ജസ്റ്റ് ഫ്രെയിം ചെയ്ത് ഡോർ കൊടുത്തേക്കാണ്. അടിയിലത്തെ സെക്ഷനിൽ നമ്മൾ ഡ്രോസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് എല്ലാ സ്പേസും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന രീതിയിൽ തന്നെ കവറിങ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. നല്ല ബിഗ് സൈസ് ആണ്. മുകളിലത്തേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ലാഡർ വെച്ച് കാരണം എന്നാൽ മാത്രം നമുക്ക് അത് മുകളിലത്തെ സെക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇത് ഇവിടുത്തെ ഒരു കിഡ്സ് റൂമാണ്, ഇവിടുത്തെ മോന്റെ റൂമാണ്. അപ്പൊ നമ്മൾ ആ ഒരു രീതിയിൽ പറഞ്ഞാൽ വല്ലാണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കിഡ്സ് റൂം ആകുമ്പോൾ മറ്റേ കളർഫുൾ അല്ല ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും നമുക്ക് ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ മോന് ഈ വേൾഡ് മാപ്പ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ആ ഒരു വേൾഡ് മാപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫ്ലാഗിന്റെ പിക്ചേഴ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മളിവിടെ വാൾപേപ്പർ പോലെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് വെയിൻസ് കോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിവിടെയും കോട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 7x7 ആണ് ഇതിന്റെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് പാനൽ നമ്മൾ ഇതുപോലെ തന്നെ കുഷിയം വെച്ച് ഇങ്ങനെ അടിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സ്പേസും ഈ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ 2 സൈഡ് ടേബിള്, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലെങ്ത് വൈസിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ബുക്സ് കാര്യങ്ങൾ വെക്കാവുന്ന രീതിയിലും, അതുപോലെ തന്നെ മോന്റെ ടോയ്സ് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലൊരു തട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവന്റെ ടോയ്സ് കാര്യങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യാനും. ഇത് നമ്മളൊരു PVC ലൂർ വെച്ചിട്ട് ഫില്ല് ചെയ്തേക്കാണ്. അപ്പൊ ഈ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് അങ്ങോട്ട് കംപ്ലീഷൻ ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഇതിന്റെ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ വാർഡ്രോബും പിന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും കാര്യങ്ങളും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ഫുൾ ഹൈറ്റിൽ തന്നെയാണ് ഇവിടെ ഈ വാർഡ്രോബും ചെയ്തിട്ടുള്ളത്. ഒരു 7 ഫീറ്റിൽ നമ്മൾ ഡബിൾ വാഷ് ചെയ്യാനുള്ള ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഇടാവുന്ന രീതിയിൽ മെഷൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ 2 ഡ്രോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ക്ലോത്ത് കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു 4 ഡ്രോ ടൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലോത്തുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് സ്ലൈഡിങ് ഡോറാണ്. ഇതിൽ നമുക്ക് ഹാങ്കർ സ്പേസ് കാര്യങ്ങളൊക്കെ
പ്രൊവിഷൻ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളൊരു ഗ്ലാസ് ഡോർ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് നമുക്ക് നല്ല ഷോ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു പ്രൊഫഷന് വേണ്ടി നമ്മൾ പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗ്ലാസ് ഡോറാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ ലോഫ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫ്രെയിം വിത്ത് ഡോറാണ് നമ്മൾ ഇതിലും കൊടുത്തിട്ടുള്ളത്. അതായത് ഫുൾ സൈസിൽ നമ്മൾ മിറർ കൊടുത്തേക്കാം. പിന്നെ അതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അതിൽ സ്പെയർ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള പ്രൊവിഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ യൂസ് ക്ലോത്ത് ആവുന്ന രീതിയിൽ ഹുക്കിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. യൂസ് ചെയ്ത ഡ്രസ്സ് എന്ന കാര്യങ്ങൾക്ക് അതും. പിന്നെ ഇതിലൊക്കെ നമുക്ക് റാക്കുകളിൽ നമുക്ക് സ്പ്രൈ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളിവിടെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാം. ഡെക്കറേഷനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മിനിമം ബഡ്ജറ്റിൽ നല്ല ലുക്ക് വൈസിൽ നമുക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വർക്ക് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫാക്ടറിയിൽ തന്നെ ഫുൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സൈറ്റിൽ വന്ന് അസംബ്ലിങ് കാര്യങ്ങളാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ കമ്പനിയിൽ ഇവിടെ സൈറ്റിൽ വന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫുള്ളി ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫാക്ടറിയിലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇങ്ങനത്തെ വീടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഷെയറിങ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വീഡിയോ കാര്യങ്ങൾ നമ്മൾ അടുത്ത യൂട്യൂബ് ചാനൽ നമ്മൾ ഇടുന്നതായിരിക്കും.